ഇന്നലെ ഞാൻ വന്നപ്പോഴും നോക്കി വെച്ചു രാത്രി. ആ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ റൂം പോലും തുറന്നു. ഞാൻ വന്നാൽ എന്താ ഇതിനൊക്കെ പറയാം. പിന്നെ ഡയലോഗ് അടിക്കാണ്ട് വിളിച്ചാണ് പൈസ തിരിച്ചു കൊടുക്കാതെ ആരല്ല പൈസ പൈസ വോളണ്ടിയേഴ്സിനെ എല്ലാവരും ഇൻഫോം ചെയ്യുന്നത്. സഖാക്കന്മാർക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുവരുത്തി അനധികൃതമായിട്ടുള്ള തട്ടുകടകൾ തുച്ഛമായ നിരക്കിൽ വാടകയ്ക്കും അത് വാടകയ്ക്ക് എടുത്ത ആൾ മറുവാടകയ്ക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ പല സഖാക്കന്മാരും പല മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേണ്ടപ്പെട്ടവരും ഇവിടെ ജീവിച്ചു പോകുന്നു വർഷങ്ങളായിട്ട്. ായിട്ടുള്ളൊരു ഫീസുണ്ട്. പക്ഷേ ആ ഫീസിനപ്പുറം അതിൻ്റെ 5 ഇരട്ടി 6 ഇരട്ടി 10 ഇരട്ടി പണം വാങ്ങി മനുഷ്യനെ ദ്രോഹിക്കൽ, അത് ഒരു ദ്രോഹിക്കൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന കുറേ സംഘങ്ങൾ. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം മറുനാടൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് പൊങ്കാലയുടെ മറവിൽ വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പ് നടക്കുന്നു. അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും ഉൾപ്പെടെ വാഹനങ്ങൾ തലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനങ്ങളെല്ലാം തന്നെ എവിടെ പാർക്ക് ചെയ്യുമെന്നുള്ള ചോദ്യമാണ്. നിരവധി പേർ അവരുടെ പ്രൈവറ്റ് സ്ഥലങ്ങൾ ഉൾപ്പെടെ പാർക്കിങ്ങിനായി, അതായത് ഫ്രീ ആയി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ അനധികൃതമായി പാർക്കിംഗ് പിരിവ് നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ദിവസവും പുറത്ത് വന്നിരുന്നു. ഇതിനെതിരെ മേയർ VV രാജേഷ് കൃത്യമായ നടപടിയും എടുത്തിരുന്നു. ഒരു വാഹനത്തിന് 500 രൂപ, 600 രൂപ, 1500 രൂപ എന്നിങ്ങനെയാണ് ഈടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിനെതിരെ കൃത്യമായ നടപടി മേയർ ഇന്നലെ തക്ക സമയത്ത് എടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്നും സമാനമായ രീതിയിൽ പൊങ്കാല ദിവസത്തിലും ഇത്തരത്തിൽ അനധികൃതമായ പിരിവ്, പാർക്കിംഗ് പിരിവ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് തലസ്ഥാനത്തെ തമ്പാനൂരിനടുത്തുള്ള SMV ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉള്ള പാർക്കിംഗ് ഏരിയയിലാണ് ഇത്തരത്തിൽ അനധികൃതമായി പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 500 രൂപ, 600 രൂപ എന്നിങ്ങനെയാണ് ഒരു വാഹനത്തിന് നിലവിലിപ്പോൾ ഈടാക്കിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് മേയർ VV രാജേഷ് നിലവിലിപ്പോൾ എത്തിയിരിക്കുന്നു. ഈ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതുകൂടാതെ ഈ ഒരു സംഭവത്തിൽ PTA പ്രസിഡന്റ് അടക്കം ഉള്ളവരെ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. എന്തായാലും ഈ ഒരു സംഭവ സ്ഥലത്ത് മേയർ VV രാജേഷ് എത്തിയിരിക്കുകയാണ്. ഈ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന് പറയുന്നത് എല്ലാം വക്കീൽ അയാളെ വിളിക്കല്ലേ, നിങ്ങളെല്ലാം ഇപ്പോൾ പ്രതിയാവും. കോർപ്പറേഷൻ മൊഴി കൊടുത്ത് കേൾക്കും. ഞാനിപ്പോൾ മൊഴി കൊടുക്കാൻ പോകാൻ മേയർ താങ്കൾ ഇന്നലെ ഞാൻ വന്നപ്പോഴും നോക്കി വെച്ചു രാത്രി. ആ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ റൂം പോലും തുറന്നു. ഞാൻ വന്നാൽ എന്താ ഇതിനൊക്കെ പറയാം. പിന്നെ ഡയലോഗ് അടിക്കാണ്ട് വിളിച്ചാണ് എല്ലാവരും പൈസ തിരിച്ചു കൊടുക്കാതെ ആരുടെ പൈസ പൈസ വോളണ്ടിയേഴ്സിനെ എല്ലാവരും ഇൻഫോം ചെയ്യുന്നത്. മീഡിയ ഗ്രൂപ്പിൽ ഇവിടെ PT അനധികൃത പിരിവ് മീഡിയ നോക്കാം. എല്ലാ വണ്ടിയും വാങ്ങിച്ചത് പൈസ അപ്പുറത്തൊരു നമ്മുടെ അതിനാടി കൂട്ടാം വെള്ളം വണ്ടി ഈ സൈഡിലോട്ട് ആദ്യം പൈസ ഒരു നിമിഷം അല്ല എല്ലാവരും വരും. എനിക്ക് പൈസ നമ്പർ വാങ്ങിച്ചിട്ട് മനോജ്
കണ്ടവന്റെ രാവിലെ കൊള്ളടിക്ക് ഇറങ്ങിയിരിക്കും. സ്കൂളിന്റെ ബാത്റൂം എന്തായാലും പൊങ്കാലയുടെ മറവിൽ വലിയ രീതിയിലുള്ള കൊള്ളയാണ് ഇക്കഴിഞ്ഞ 10-40 വർഷത്തിലധികമായി നമ്മുടെ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു പൂട്ട് വീണിരിക്കുകയാണ്. BJP നഗരസഭയിൽ അധികാരത്തിൽ ഏറിയതിന് ശേഷം ഈ തട്ടിപ്പിന്റെ പങ്ക് പറ്റിയവർ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ അഡ്വക്കേറ്റ് S. സുരേഷ് ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. ഈ 40-45 വർഷമായി CPMൻ്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം നഗരസഭ ഈ നാട് മുഴുവൻ അവരുടെ ഒരു കുടുംബ സ്വത്ത് പോലെ എന്ത് അതിക്രമം കാണിച്ചാലും, എന്ത് അഴിമതി കാണിച്ചാലും, എന്ത് നിരുത്തരവാദിത്വം കാണിച്ചാലും അവരുടെ കഴിവുകേടുകളും ഒക്കെ ഈ നാടങ്ങ് സഹിച്ചോളും, അല്ലെങ്കിൽ സഹിച്ചേ പറ്റൂ എന്ന നിലയിലുള്ള ഒരു മാടമ്പിത്തരവും പ്രമാണിത്വമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഓരോ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്ക് വാടക കുംഭകോണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ശ്രീലേഖ മാഡം കൗൺസിലറായി, ആ കൗൺസിലറായി അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് മുൻ മേയറും ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLAയുമായിട്ടുള്ള VK പ്രശാന്ത് അവിടെ എത്രയോ വർഷക്കാലമായിട്ട് 800 രൂപ മാസനിരക്കിൽ കൊടുത്തും അതും സ്ഥിരമായി കൊടുക്കാറുമില്ല. അങ്ങനെയാണ് അവിടെ ഇരുന്ന് MLA ആയിട്ട് ഇരിക്കുന്നത്. അതേ സമയത്ത് MLAക്ക് അർഹതപ്പെട്ട വാടക ഇനത്തിലുള്ള പണം ഇതിൻ്റെ എത്രയോ മടങ്ങ് അദ്ദേഹം എഴുതിയെടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ തിരുവനന്തപുരം നഗരത്തിൽ 100 കണക്കിന് നഗരസഭയുടെ കെട്ടിടങ്ങൾ ഇതുപോലെ തുച്ഛമായ നിരക്കിൽ വാടകയ്ക്കും അത് വാടകയ്ക്ക് എടുത്ത ആൾ മറുവാടകയ്ക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ പല സഖാക്കന്മാരും പല മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേണ്ടപ്പെട്ടവരും ഇവിടെ ജീവിച്ചു പോകുന്നു വർഷങ്ങളായിട്ട്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ഈ റോഡ് സൈഡിലുള്ള പാർക്കിങ്ങിന് നിശ്ചിതമായിട്ടുള്ളൊരു ഫീസുണ്ട്. പക്ഷേ ആ ഫീസിനപ്പുറം അതിൻ്റെ 5 ഇരട്ടി 6 ഇരട്ടി 10 ഇരട്ടി പണം വാങ്ങി മനുഷ്യനെ ദ്രോഹിക്കൽ, അത് ഒരു ദ്രോഹിക്കൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന കുറേ സംഘങ്ങൾ, ഈ പാർക്കിംഗ് കുംഭകോണം അത് തിരുവനന്തപുരത്ത് വർഷങ്ങളായിട്ട് നടക്കുന്നു. ഇതുപോലെ തന്നെ ഇനി തട്ടുകടകളുണ്ട്. അനധികൃതമായിട്ട് സഖാക്കന്മാർക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുവരുത്തി അനധികൃതമായിട്ടുള്ള തട്ടുകടകൾ, ആ തട്ടുകടകളുടെ ഒരു എന്താ പറയുക, അത് നിയന്ത്രിക്കുന്ന ഒരു മാഫിയ സംഘം തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഒരു മാറ്റമാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുവേണ്ടിയുള്ള അടിസ്ഥാന ചില ശ്രമങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ, മേയറുടെ നേതൃത്വത്തിൽ, ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം നഗരത്തിലെ ജനത വളരെ സ്വാഗതാർഹമായിട്ടാണ് അത് കാണുന്നത്. വരും നാളുകളിൽ ഇതിനെ തുടർന്നുള്ള ചില നടപടികൾ ഉണ്ടാകും. ഇതൊക്കെ നിയന്ത്രിക്കും നഗരസഭ. ഈ നഗരം ജനങ്ങളുമായിട്ട് സൗഹാർദ്ദപൂർണ്ണമായിട്ടുള്ള നഗരമായിട്ട് മാറണം. ജനങ്ങളെ പിഴിയുക, ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള ഏത് ശ്രമം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെയൊക്കെ തടയാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. തിരുവനന്തപുരം നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ്. ഇത്രയും കാലം ഈ ഒരു വലിയ കൊള്ള നടന്നു എന്ന് ഇതോടുകൂടി വ്യക്തമാവുകയാണ്. തീർച്ചയായിട്ടും ഇത് എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു കൊള്ളയാണ്. ഇതിൻ്റെ പേരിൽ എത്രയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ഉപജീവനം നടത്തുന്ന ഇതുപോലെയുള്ള കൊള്ളകൾ നടത്തിയിട്ടാണ്. ഈ കൊള്ളയ്ക്കൊക്കെയാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ ജനത ഉത്തരം നൽകിയിരിക്കുന്നത്. BJP അധികാരത്തിലേറ്റിയിട്ട് ഉത്തരം നൽകിയിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ കൊള്ളസംഘത്തിൽ നിന്ന് തിരുവനന്തപുരത്തെ മോചിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനോപകാരപ്രദമായിട്ടുള്ള ഒരു നഗരസഭയായി, ജനങ്ങളുമായി സൗഹാർദ്ദപൂർവ്വമായിട്ട് നിൽക്കുന്ന ഒരു നഗരസഭയായിട്ട്, ആ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു നഗരസഭയായിട്ട് BJPയുടെ നേതൃത്വത്തിലുള്ള നഗരസഭ മാറും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇതുവരെ ഞങ്ങൾ ചെയ്തു വരുന്നത്. ഇനി അത് കൂടുതൽ ഭംഗിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്.
എന്തായാലും ഈ പാർക്കിങ്ങിന്റെ മറവിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ തട്ടിപ്പല്ല എന്ന് ഇതോടുകൂടി വ്യക്തമാവുകയാണ്. ഒരു വാഹനത്തിനാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഫീസ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ മേയർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും അതുകൂടാതെ അനധികൃത പാർക്കിംഗ് പിരിവ് നടത്തുന്നതിനും എതിരെ മേയർ പൂട്ടിട്ടിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.